നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാജ്യത്തെ ഭീതിയിലാഴ്ത്തുന്ന ഒരു ആക്രമണം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിലെ ഗാസിയാബാദിൽ അരങ്ങേറിയത്. ഒരു പഹൽഗാം മോഡൽ ഭീകരാക്രമണം എന്ന് പറഞ്ഞാലും അതിശയോക്തിയില്ല. കുട്ടി ഹിന്ദുവാണ് എന്നറിഞ്ഞുകൊണ്ട് നടത്തിയ ആക്രമണമായിരുന്നു ഇത്. 17 വയസ്സ് മാത്രം പ്രായമുള്ള സൂര്യപ്രതാപ് എന്ന കുട്ടിക്ക് നേരെയായിരുന്നു ഇസ്ലാമിക ഭീകരൻ്റെ ആക്രമണം. സംഭവം ഇങ്ങനെയാണ്. ഖോഡ എന്ന കോളനി, ഗാസിയാബാദിലെ ഖോഡ എന്ന കോളനിയിൽ ഉള്ള ഒരു കുട്ടിയാണ് 17 വയസ്സ് മാത്രം പ്രായമുള്ള സൂര്യപ്രതാപ്. സൂര്യപ്രതാപിനെ തൻ്റെ സുഹൃത്തുക്കൾ ബക്രീദിന്, ബലി പെരുന്നാളിന് ക്ഷണിച്ചതിനെ തുടർന്ന് അവരുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു, തൻ്റെ അടുത്ത മറ്റ് 2 സുഹൃത്തുക്കളുമായി ചേർന്നുകൊണ്ട്. ഒരാൾ ആയുഷും മറ്റേയാൾ വിക്കിയും. പോകുന്ന സമയത്ത് വഴിമധ്യേ ആസാദ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു കുപ്രസിദ്ധനായ ഗുണ്ട, ഭീകരനായ ഗുണ്ടയെ കാണുകയുണ്ടായി. ഗുണ്ട കുട്ടിയെ വിളിക്കുകയാണ്. കുട്ടിയെ വിളിച്ചതിന് ശേഷം ചോദിക്കുന്നുണ്ട്, നിനക്ക് ആടിനെ അറക്കുന്നത് കാണണോ? നിനക്ക് ആടിനെ കാണണമെങ്കിൽ കൂടെ വാ. ആദ്യം ഇങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിലും കുട്ടി പോകാത്തതിനെ തുടർന്ന് നീ വന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടിക്ക് നേരെ ആക്രോശിക്കുകയും ഇയാൾ ആ കുട്ടിക്ക് നേരെ പിന്നീടൊരു ആക്രമണമാണ് നടത്തിയത്. വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ആക്രമണം എന്ന് തന്നെയാണ് നമുക്കതിനെ വിളിക്കേണ്ടത്. കാരണം കുട്ടി ഹിന്ദുവാണ് എന്നറിഞ്ഞതിന് ശേഷമാണ് ഇയാൾ ആദ്യം ഈ രീതിയിൽ വിളിക്കുന്നതും അതിനുശേഷം കുട്ടിക്ക് നേരെയുള്ള ഒരു ആക്രമണം നടത്തുന്നതും. കുറച്ചധികം നേരം ഇയാളെ പിന്നീട് ഖോഡയിലൊന്നും തന്നെ കണ്ടില്ല. ഇയാൾ പലായനം ചെയ്തു. പോലീസ് വന്നത് അറിഞ്ഞതിന് ശേഷമാണ് പലായനം ചെയ്തത്. പോലീസ് പോയി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം വീണ്ടും ഈ ഫർഹാൻ ആസിഫ് നവാബ് എന്ന് പറയുന്ന ഇയാളുടെ കൂട്ടാളികളെ കാണാൻ തിരിച്ച് ഗാസിയാബാദിലേക്ക് എത്തുകയാണ്. ഗാസിയാബാദിലെത്തിയപ്പോൾ പോലീസ് മണത്തറിഞ്ഞ് അവിടെ എത്തുകയും ഇയാളെ പിടിക്കുവാൻ വേണ്ടിയിട്ട് പോലീസ് അടുത്തെത്തിയപ്പോഴത്തേക്കും പോലീസിന് നേരെ ഇയാളും കൂട്ടുകാരും നിറയൊഴിക്കുകയായിരുന്നു. പോലീസിൻ്റെ പ്രത്യാക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെട്ടു. ഇതായിരുന്നു ഡൽഹിയിലെ ഗാസിയാബാദിൽ നടന്ന സംഭവം. നമ്മുടെ മലയാള മാധ്യമങ്ങളൊന്നും തന്നെ ഇത് അറിഞ്ഞതേയില്ല. ആക്രമണം നേരെ തിരിച്ചായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്യുമായിരുന്നു. കാരണം ഇത്തരത്തിൽ അതീവ ഗുരുതരമായ രീതിയിലുള്ള പഹൽഗാം മോഡൽ ആക്രമണം, അത്തരത്തിലുള്ളൊരു ആക്രമണം നടന്നതിന് ശേഷം പോലും നമ്മൾ ആരും തന്നെ അറിഞ്ഞില്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല എന്ന് പറയുന്നത് തന്നെ വളരെ ക്രൂരമായിട്ടുള്ള ഒരു മൗനം തന്നെയാണ്. ഒരു പിഞ്ചുകുട്ടി മരിച്ചാൽ പോലും 17 വയസ്സ് മാത്രം പ്രായമുള്ള അതിനെ പിഞ്ചുകുട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. കൗമാരപ്രായക്കാരനായ, കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് കടക്കാനുള്ള, രാജ്യത്തിന് മുഴുവൻ ഒരു വലിയ സംഭാവന ചെയ്യേണ്ട ഒരു കുട്ടിയാണ് ഈ ഭീകരനാൽ കുത്തേറ്റ് പിടഞ്ഞു വീണ് കൊല്ലപ്പെട്ടത് എന്നതാണ്. ആ സംഭവം പോലും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ ഇത്തരത്തിൽ നമ്മൾ എന്തിനെ നോക്കിയാണ്, എന്ത് തരം മാധ്യമ പ്രവർത്തനമാണ് രാജ്യത്ത് നടത്തുന്നത് എന്നതാണ്. ആൾക്കൂട്ട കൊലപാതകങ്ങൾ പലതും നടന്നാലും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഒരു മടിയുമില്ല. തീർച്ചയായും അത്തരത്തിലുള്ള ആക്രമണങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. രാജ്യത്തിന് മാതൃകാപരമായിട്ട് രീതിയിൽ അവരൊക്കെ തന്നെ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. അതിനൊന്നും തന്നെ തർക്കമൊന്നുമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ആക്രമണം നടക്കുമ്പോൾ നമ്മൾ അതിന് നേരെ കണ്ണടയ്ക്കുവാൻ പാടില്ല. അങ്ങനെ കണ്ണടച്ചാൽ രാജ്യം നാളത്തെ ബംഗാളോ കാശ്മീരോ ഒക്കെ ആയി മാറും. ബംഗാളിൽ ഇപ്പോൾ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അത് അറിഞ്ഞിട്ടുള്ളതാണ്. നിരവധിയായിട്ടുള്ള കൊലപാതകങ്ങളാണ്, ഹിന്ദു വിരുദ്ധ കൊലപാതകങ്ങളായിരുന്നു ബംഗാളിൽ അരങ്ങേറിയത്. കാശ്മീരിൽ പണ്ഡിറ്റ് എക്സോഡസിനെ കുറിച്ച് നമ്മളിനി പുതുതായിട്ടൊന്നും പറയേണ്ടതില്ല. പണ്ഡിറ്റുകൾ പലായനം ചെയ്യപ്പെട്ടതിന് മുമ്പേ അവർ നേരിട്ട സമാനതകളില്ലാത്ത ആക്രമണം നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയില്ല. സ്വന്തം പെൺകുട്ടികൾ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വച്ച് പീഡിപ്പിക്കപ്പെടുന്ന കാഴ്ച, മക്കളെ കൊന്നിട്ട് ആ ചുടുചോറ് വാരി തിന്നേണ്ടി വരുന്ന രക്ഷകർത്താക്കളുടെ കാഴ്ച, ഇതെല്ലാം അവിടുത്തെ പാവം ജനത അഭിമുഖീകരിക്കേണ്ടി വന്നു ഒരു ആർട്ടിക്കിൾ 370യുടെ പേരിൽ. ഈ തരത്തിലായിരുന്നു ആക്രമണങ്ങൾ ഓരോന്നും. ബംഗാളിലും സമാനമായ അവസ്ഥയിൽ തന്നെയാണ്. ദിവസങ്ങളോളം ഹിന്ദു പെൺകുട്ടികൾ പാർട്ടി ഓഫീസുകളിൽ വെച്ച് പീഡിപ്പിക്കപ്പെടുന്ന കാഴ്ചകൾ ബംഗാളിലെ പതിവ് കാഴ്ചകളായിരുന്നു 24 പർഗണയിലൊക്കെ. ഈ രീതിയിലാണ് ഇപ്പോൾ ന്യൂഡൽഹിയിലും നടക്കുന്ന തരത്തിലുള്ള ആക്രമണം. അപ്പോൾ ഇതിനെ ഒന്നും നമുക്ക് ന്യായീകരിക്കുവാനോ ലളിതവത്കരിക്കുവാനോ കഴിയില്ല. കാരണം ഇതൊക്കെയും തന്നെയും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അതിനെയൊക്കെയും കൃത്യമായ രീതിയിൽ മാധ്യമങ്ങൾ അപഗ്രഥിക്കേണ്ടതുമാണ്. അപ്പോൾ ഇതൊന്നും ചോദ്യം ചെയ്യാതെ, ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ, ഇതിനെ റിപ്പോർട്ട് ചെയ്യാതെ വെറുതെ വിടുന്നത് ക്രൂരമായ മൗനമാണ്. അത്യധികം വലിയ ഗൂഢാലോചന അതിൻ്റെ പിന്നിലുണ്ടോ എന്ന് സംശയിച്ചാലും നമുക്ക് അതിശയോക്തി ഒന്നും തന്നെയില്ല. എന്തായാലും
ന്യൂഡൽഹിയിൽ ഈ കുട്ടിക്ക് നേരെ നടന്നത് രാജ്യത്തെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ ഭീതിയിലാഴ്ത്തുന്ന തരത്തിലുള്ള ആക്രമണം തന്നെയാണ്. ഇത് ഒരൊറ്റപ്പെട്ട സംഭവമാണെന്ന് കരുതി നമുക്ക് മാറ്റിവെക്കുവാനും കഴിയില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ലോൺ വുൾഫ് അറ്റാക്ക് എന്ന് പറയുന്നൊരു ആക്രമണം നടന്നത്. അതായത് ഒരു അമേരിക്കൻ വിദ്യാഭ്യാസം നേടിയ ഒരു പൗരൻ, അയാൾ അവിടുത്തെ മുംബൈയിലെ ഒരു രണ്ട് സെക്യൂരിറ്റി ഗാർഡ്സുകളുണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ മതം ചോദിച്ചതിന് ശേഷം ആക്രമണം നടത്തുകയായിരുന്നു. ദീർഘകാലം അമേരിക്കയിൽ വിദ്യാഭ്യാസം നേടിയെടുത്ത വ്യക്തിയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയത് എന്നതാണ് മറ്റൊരു സവിശേഷത. ഇങ്ങനെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനെയൊക്കെയും ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുവാൻ കഴിയില്ല. കാരണം ഡിജിറ്റൽ ജിഹാദ് ഉൾപ്പെടെയുള്ള വൈറ്റ് കോളർ ജിഹാദ് ഉൾപ്പെടെയുള്ള ആക്രമണ പരമ്പരകൾ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഐസൊലേറ്റഡ് ആയിട്ടുള്ള വളരെ ഏകപക്ഷീയമായ ഒറ്റപ്പെട്ട മൂവ്മെൻറ്റുകൾ നടത്തുവാൻ വേണ്ടിയിട്ട് ഭീകരവാദികൾക്ക് ട്രെയിനിങ് കൊടുത്താണ് ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത്. ട്രെയിനിങ് കൊടുത്താണ് അവർക്ക് അയക്കുന്നത്. പലതരത്തിലുള്ള ട്രെയിനിങ്ങാണ് അവർക്ക് കിട്ടുന്നത്, ഫോണിൽ കൂടിയും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ കൂടിയും. പോലീസെല്ലാം ഇവരുടെ പിന്നിലുണ്ട് എങ്കിലും ചില വളരെ ഐസൊലേറ്റഡായ ആക്രമണങ്ങളെ തടുക്കുവാനൊന്നും ചിലപ്പോൾ പോലീസിനോ അല്ലെങ്കിൽ സേനയ്ക്കോ ഒന്നും സാധിച്ചു എന്ന് വരില്ല. അവയൊക്കെയും നിയമത്തിന് മുന്നിലെത്തണം. അവയൊക്കെ അതിനെക്കുറിച്ചുള്ള കൃത്യമായ ബോധവത്കരണങ്ങൾ വ്യക്തികൾക്കിടയിലേക്ക് എത്തേണ്ടതുമുണ്ട്. കാരണം ഇതിനെയൊക്കെ തള്ളിക്കളഞ്ഞാൽ രാജ്യത്തിൻ്റെ അവസ്ഥ വളരെയധികം പരിതാപകരമായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോകാം. നീറ്റ് പരീക്ഷയുടെ പേപ്പർ ലീക്കാണല്ലോ പ്രധാനപ്പെട്ട വിഷയം. കോക്രോച്ച് ജനതാ പാർട്ടിയും കോൺഗ്രസുമൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കോക്രോച്ച് ജനതാ പാർട്ടിക്ക് 2004 മുതലുള്ള ചരിത്രം അറിയാനുള്ള ശേഷിയില്ല. എത്രമാത്രം പേപ്പറുകളാണ് ഇവിടെ ലീക്കായത് എന്ന്. കാരണം അവരെല്ലാം ജൻസികളാണ്. ആ സമയത്ത് അവർ ജനിച്ചിട്ടേ ഉണ്ടാവുകയുള്ളൂ. വലിയ പ്രത്യേകിച്ച് ചരിത്രബോധമൊന്നും ഇല്ലാത്തത് കൊണ്ടും ഇതിനെക്കുറിച്ചൊന്നും അറിയാൻ സാധ്യതയില്ല. അറിഞ്ഞില്ല എങ്കിൽ കേട്ടോളൂ. 2004 CBSE ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റിൻ്റെ പേപ്പർ ലീക്കായിട്ടുണ്ടായിരുന്നു. 2006 വീണ്ടും പ്രീ മെഡിക്കൽ ടെസ്റ്റിൻ്റെ പേപ്പർ ലീക്കായിട്ടുണ്ടായിരുന്നു. 2011 AEE പേപ്പർ ലീക്കായിട്ടുണ്ട്. അത് ഉത്തർപ്രദേശിൽ നടന്നതാണ്. 2012 എയിംസിൻ്റെ എൻട്രൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായിട്ടുണ്ടായിരുന്നു. 2013 മഹാരാഷ്ട്രയുടെ HSC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ലീക്കായത്. 2013 രാജസ്ഥാൻ യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി. 2014 CBSE 10ാം ക്ലാസ്സിൻ്റെ മാത്തമെറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ലീക്കായത്. 2014 വീണ്ടും ലീക്കുണ്ടായി. അത് CBSE +2 എക്കണോമിക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ രാജ്യത്ത് നടന്നിട്ടുണ്ട്. പക്ഷേ കേവലം ഒരു നീറ്റ് എക്സാമിൻ്റെ പേപ്പർ അത് സംഭവിക്കാം, കുഴപ്പമില്ല എന്നല്ല. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടണം, അതെല്ലാം തന്നെ പരിഹരിക്കപ്പെടണം എന്നുള്ള കാര്യം സുനിശ്ചിതമാണ്. പക്ഷേ ഞങ്ങളുടെ കാലത്തൊന്നും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല, ഇത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവമാണ് എന്ന തരത്തിൽ അവതരിപ്പിക്കപ്പെടുന്നതിനോടാണ് കൂടുതൽ വിയോജിപ്പ്. എന്തായാലും ഇതിനെയൊക്കെ തന്നെ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടണം. കൃത്യമായി ഈ ലീക്കുകളൊന്നും തന്നെ മറച്ചു വയ്ക്കുവാനും പാടില്ല. രാജ്യത്ത് ഒരു അപകടമുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള ആൾക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിന് സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ മാത്രമാണ് അവിടെ ചോദ്യം ചെയ്യുന്നതിൻ്റെ പ്രസക്തി. പക്ഷേ ഇപ്പോൾ അതിനുള്ള സാധ്യതകളൊന്നും തന്നെ അവശേഷിക്കുന്നില്ല. അതിനെതിരെ കർശനമായ ശിക്ഷാവിധികൾ തന്നെ സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ചാടി നടന്ന് കോക്രോച്ചുകളെയൊക്കെ കൂട്ടിവെച്ച് ജൻസി കലാപം ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തേണ്ട. അതൊന്നും ഈ നാട്ടിൽ നടക്കുവാനേ പോകുന്നില്ല. ആ വെള്ളം അങ്ങ് വാങ്ങി വച്ചാൽ മതി രാഹുൽ ഗാന്ധി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.